കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേർണലിസത്തിൽ റാങ്ക് ഹോൾഡറായി വിജയം കൈവരിച്ച ഇദ്ദേഹം പിന്നീട് കേരള കൗമുദിയിൽ സബ് എഡിറ്ററായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. അന്നത്തെ കാലത്തെ ഫേമസ് ഗോൾ കീപ്പേഴ്സ് ആണ് സുധീർ, വിക്ടർ മല്ലിക, സേതുമാധവൻ, പിന്നെ ഇവരുടെയൊക്കെ സുഹൃത്തായി മാറി. ഞാൻ രാസേട്ടനൊക്കെ രാത്രി 12 ഫോൺ കോളുകളാണ്. പുള്ളി എപ്പോ ഫോൺ വിളിച്ചാലും എടുക്കുന്നുള്ളതാണ്. എല്ലാരോടും നല്ല ബന്ധമുണ്ടായി. അത് വിധി എന്തോ അങ്ങനെ ഒരു ഭാഗ്യം. കമുകര പുരുഷോത്തമനാണെങ്കിൽ അദ്ദേഹം പാടിയാലെ ഈശ്വര ചിന്തയിലൊന്നേ മനിതന്റെ പാട്ട് വേറെ ആരും പാടിയത് ഉദയവാൻ ചേട്ടൻ പാടിയാലെ അനുരാഗ നാടകത്തിന് അല്ലെങ്കിൽ മെഹബൂബ് എന്ന് പറയുന്ന സിംഗറുണ്ട്. 4 दिन की जिंदगानी क्यों किसी से दुश्मनी चाहे तो कर लो दुश्मनी से दुश्मनी. വെണ്ണുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണീർ കവിതയുമായി വളരെ സിമ്പിൾ ആയിട്ട് വേണ്ടിട്ട് വിജയം കിട്ടിയത്. എന്താ എനിക്ക് തോന്നുന്നു അത്രയും സിമ്പിളായി ആവാനില്ല ഒരു മനുഷ്യന്. ഫുട്ബോൾ തന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിരുന്നു. ഫുട്ബോളിനോടുള്ള പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ അവരെക്കാളും വലിയ സൂപ്പർ സ്റ്റാറാണ് ആദ്യം മനസ്സിലാക്കി ഇന്ത്യൻ ഫുട്ബോൾ. വിജയം ആട്ടൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഭാര്യ എന്നോട് പറഞ്ഞു, മോളൊക്കെ പറയും അച്ഛാ പറയുന്നു. ഈ സുശീല പോലുള്ള ഗായകര് ദേവരായ മഹർഷി, ബാബുരാജിനെയും കൃഷ്ണമൂർത്തി സ്വാമിയെ, വയലാറിന്റെയും ഭാസ്കരൻ മഹർഷിയും യൂസഫിലേക്ക് പോലുള്ള രചയിതാക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജാതി ചിന്ത ഒന്നും അങ്ങനത്തെ ചിന്തയില്ല. ഞങ്ങൾ ഒരുമിച്ച് അടുത്തിരിക്കുന്ന ഏത് ജാതിയാണോ മതമാണോ എന്തോ സങ്കല്പിക്കുന്നത്. എന്റെ കൂടെ പഠിച്ച അവരുമായിട്ടൊക്കെ എപ്പോഴും ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വലിയ ബന്ധമാണ് ഞങ്ങളുടെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം അടി കൊണ്ടിട്ടുള്ളത് ഒരു ഭക്ഷണത്തിനോടുള്ള ആർത്തിയുടെ പേരില്ല, പഴംപൊരി. അതില് വളരെ സന്നിഗ്ധ ഘട്ടത്തില് സത്യന്റെ ഒരു മനസ്സിലെ ഒരു ആശയക്കുഴപ്പത്തിന്റെ ഒരു സമയത്താണ് പ്രവാചകന്മാരി എന്ന് പറയുന്ന ഒരു പാട്ട് വരുന്നത്. പക്ഷെ ആ പാട്ടും ആ സീനും ആ കഥാപാത്രത്തിന്റെ ഭാവവും അതിന്റെ ഒരു ആ സിറ്റുവേഷൻ തീവ്രതയൊക്കെ ഇതിനായിട്ട് ലഭിച്ചു ചെയ്ത്. പിറ്റേ ദിവസം കണ്ട് ഞാൻ പോയി തിയേറ്ററിൽ വന്നു. നിങ്ങൾ പറഞ്ഞ അടിയായിരുന്നു അച്ഛൻ ഇന്നലെ മുഴുവൻ, അതായത് ഇനി കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഒരാഴ്ച ആകർഷകമായി തോന്നി. കുറച്ച് ഫ്രാങ്ക് ആയിട്ടുള്ള സംസാരം, കാഷ്വൽ ആയിട്ടുള്ള ടോക്ക്. അപ്പൊ എന്നോട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. കന്നേക്ക് 17-18 പ്രായം മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം.